ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 75:1. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. യെസ്, ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഇതാണ്. അവന് നന്ദി പറയേണ്ടതായ ഒരുപാട് അത്ഭുതങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കർത്താവ് നടത്തി കൊടുക്കുന്നുണ്ട്. നാം ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുന്നത് വരെ നന്ദി പറയുമ്പോൾ നമുക്ക് മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടാതെ വരുന്നു. നാം എഴുന്നേറ്റ് കാലുകൾ നിലത്ത് വെക്കുമ്പോൾ മുതൽ നന്ദി പറയാൻ തുടങ്ങണം. ഐൻസ്റ്റീൻ, തോമസ് ആൽവ എഡിസൺ ഇവങ്ങനെയുള്ള സയൻറ്റിസ്റ്റുകളെല്ലാം ദിവസവും ആയിരക്കണക്കിന് നന്ദി പറയുന്നുണ്ടായിരുന്നു എന്നാണ് അവരുടെ ജീവചരിത്രങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ നന്ദി ആറ്റിറ്റ്യൂഡോടുകൂടി വേണം നാം ജീവിക്കാൻ. അതുതന്നെയാണ് ലൂക്കാസ് സുവിശേഷത്തിൽ കർത്താവ് 10 രോഗികളെ സുഖപ്പെടുത്തി ഒരുവൻ മാത്രം തിരിച്ച് നന്ദി പറയുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, ബാക്കി 9 പേർ എവിടെയെന്ന്. സ്നേഹമുള്ളവരെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സയൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നാം നന്ദി പറയുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് വേണ്ടതായ സന്തോഷത്തിൻ്റെ ഹോർമോണായ ഡോപ്പാമിൻ, എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മളെ ഒരു സന്തോഷഭരിതരാക്കി തീർക്കുന്നു. എന്നാൽ യേശയ്യായുടെ പുസ്തകത്തിൽ അങ്ങ് അരുളി ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ ചിന്തിക്കുകയോ വേണ്ട. യെസ്റ്റർഡേ ഈസ് എ ഹിസ്റ്ററി, ടുമാറോ ഈസ് എ മിസ്റ്ററി, ടുഡേ ഈസ് എ ഗിഫ്റ്റ് എന്ന് പറയുക. കാരണം പലരും കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞുപോയ മോശമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ച് അവർ അവരെ തന്നെ രോഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സയൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓരോ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ തലയിൽ ഉണ്ടാകുമ്പോഴും ബ്രെയിനിൽ ഒരു നെഗറ്റീവ് ഹോർമോണും അതോടൊപ്പം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അഡ്രിനാലിൻ, കോർട്ടിസോളിൻ ഇവയൊക്കെ മനുഷ്യന് രോഗം തരുന്നതാണ്, രോഗികളാക്കി തീർക്കുന്നതാണ്. അത് കൃത്യമായി ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. തളർവാദ രോഗിയെ വളരെ കഷ്ടപ്പെട്ട് അവൻ്റെ ഫ്രണ്ട്സ് ഈശോയുടെ അടുത്തെത്തിക്കുമ്പോൾ തമ്പുരാൻ പറയുന്ന ഇതാണ്, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക. ഒരു മനുഷ്യൻ്റെ രോഗവും പാപവും തമ്മിൽ ബന്ധമുണ്ട്. യാക്കോബ് സ്ലീഹയുടെ ലേഖനത്തിലും അത് സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുമ്പസാരം നടത്തി കഴിയുമ്പോൾ വിടുതൽ സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള സയൻസ് ഇതാണ്. നാം കെട്ടിവെച്ചിരിക്കുന്ന പാപങ്ങൾ നാം വിട്ട് കളയുമ്പോൾ നമ്മുടെ കെട്ടുകൾ അഴിയുന്നു. അതാണ് ഇതിൻ്റെ സയൻസ്. അപ്പോൾ ഇന്നു മുതൽ നമുക്ക് ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള നന്ദികൾക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന